എല്ലാവർക്കും സ്വാഗതം. അലീന രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, ആരൊക്കെ നിന്നെ കൈവിട്ടാലും എന്നും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് കേട്ടോ അലീന അവിടുന്ന് അങ്ങ് എണീറ്റ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോള് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പനിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ രോഹിത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, കൃഷ്ണമോള് അലീന ചേച്ചിനോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ കേട്ടോ, രോഹിത് എന്തോന്ന് കണ്ട് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ കൃഷ്ണമോളുടെ മൊബൈലിൽ അലീനേനെ അന്ന് കോളനിയിൽ പോയപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ ഉപദ്രവിച്ചല്ലോ, ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അലീന ചേച്ചി ഇങ്ങനെ രോഹിത്തിനെ രക്ഷിക്കണം എന്ന് പറയാനല്ല ആ കോളനിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്, ആ പെൺകുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോടതിയിൽ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് അലീന ചേച്ചിനോട് ഇനി ദേഷ്യം ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അപ്പോഴേക്കും അലീനയും ബബിതയും കൂടെ അങ്ങോട്ടേക്ക് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുകയാണല്ലോ കൃഷ്ണമോളും രോഹിതും കൂടെ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു ഗൂഢാലോചന ആണ്. അപ്പോൾ കൃഷ്ണമോള് പറയും, ചേച്ചീനെ ഇവിടുന്ന് എങ്ങനെ പുകച്ച് പുറത്ത് ചാടിക്കാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ, എന്നാൽ നാളെ തന്നെ വേണം കേട്ടോ, ഞാൻ ഇവിടുന്ന് കുറേ ആയി ഇങ്ങനെ പുറത്ത് ചാടാനായിട്ട് കാത്തു നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് രോഹിത്തിനെ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അലീന പോയിട്ട് ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ബബിതയാണെങ്കിൽ പിറകിൽ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അലീനയുടെ കയ്യിൽ ടവലും ബൗളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബബിതയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഒരു അടിമുടിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഒരു മാറ്റമില്ല എന്ന് പറയട്ടെ. അപ്പോൾ ബബിതേച്ചിനെ അലീന ചേച്ചി വിളിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്നെയാണ് വിളിച്ചത്, വരാത്തതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നതെന്നും കൂടെ ബബിത പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അലീന രോഹിത്തിനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുപ്പാൻ വേണ്ടിയിട്ട് ബൗൾ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ ഒരു മടി, അപ്പോൾ മടിക്കൊന്നും വേണ്ട, നീ ഇതിലേക്ക് തുപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ബൗൾ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിലും പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട്, വായ കഴുകാനുള്ള വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ തുപ്പാനായിട്ട് പറയും. എണീറ്റ് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്കും കെയറാണ് കേട്ടോ അലീനയ്ക്ക്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് ബബിത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണമോള് ഞാൻ താഴേക്ക് പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവേ. ബബിതയാണ് അലീന അങ്ങനെ രോഹിത്തിനെ കെയർ ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നീട് അലീന അവിടെ ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ രോഹിത്ത് മുഖം തുടച്ച ടവലൊക്കെ ബബിതയാണ് കേട്ടോ വാങ്ങി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അലീന അവിടെ അടുത്തിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ രോഹിത്തിനാണെങ്കിലും. അത് കഴിഞ്ഞ് ബബിതനോട് കുറച്ച് ചൂടുവെള്ളം എടുത്തു കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിത അതൊക്കെ എടുക്കാനായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വൈജയന്തി റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടേക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിക്കൊണ്ടാണ് കേട്ടോ ഇറങ്ങി വരുന്നത് റൂമിൽ നിന്ന്. അപ്പോൾ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ നേരെ കിച്ചണിലേക്കാണ് ചെല്ലുന്നത്. ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പിറകിലൂടെ വരുന്നുണ്ടായിരുന്നു, ഒരു പാത്രം എന്തോ കയ്യിൽ പിടിച്ചായിട്ട് വരുന്നത്. അപ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ആ പാത്രം അവിടെ വയ്ക്കുമ്പോൾ അറിയാതെ അവിടെ കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്ന ഒരു പാത്രം കൂടെ നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ വൈജയന്തി അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, മാഡം പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഡത്തിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ജ്യൂസോ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഫ്രിഡ്ജ് തുറന്ന് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചാണെന്നും പറയുമ്പോൾ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ഫ്രിഡ്ജാണത്, അത് എനിക്ക് തോന്നുമ്പോൾ അടയ്ക്കും തുറക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഫ്രിഡ്ജ് ഒന്ന് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനാണ് ഈ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ചതെന്നും അതുപോലെ തന്നെ ഈ വീട്ടിലെ ഫർണിച്ചറെല്ലാം അച്ഛനാണ് വാങ്ങിച്ചതെന്ന് അച്ഛനും കൃഷ്ണമോളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാഡം ഇവിടെ ഈ ഫർണിച്ചറിനും വീടിന് വേണ്ടിയിട്ട് ഒന്നും ചിലവാക്കിയിട്ടില്ല, മാഡത്തിൻ്റെ ശമ്പളം മുഴുവൻ ഇങ്ങനെ സേവിങ്സ് ആയിട്ട് അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന അത് പറയുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിലും അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതിനെന്താ ഇപ്പോൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ തെണ്ടിപ്പോയേനെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അത് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് അലീന ഒന്നും പറയുന്നില്ല. വൈജയന്തിനെ പുറത്ത് കാണുമ്പോൾ ബബിതയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പോഴും അലീനേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ വൈജയന്തി സംസാരിക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ അതിനെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത്, അതിനെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലല്ലോ, ഉപകാരം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവളെ നിന്നെ മയക്കിയെടുത്തോന്ന്. അപ്പോൾ എന്നെ ആരെയും മയക്കിയെടുത്തിട്ടൊന്നുമില്ല, എങ്ങനെ എന്നെ മയക്കാൻ ആരും നോക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബബിതയാണെങ്കിലും അമ്മയും കൂടെ ഒന്ന് അടുത്താൽ മതി, അമ്മ ഈ ദേഷ്യമൊക്കെ ഒന്ന് കളയെന്നൊക്കെ പറഞ്ഞ് ബബിത പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വൈജയന്തിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ബബിത പറഞ്ഞിട്ട് വൈജയന്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നീട് പറയുന്നുണ്ട്, രോഹിതൻ പനിയായിട്ട് അവിടെ കിടക്കുകയാണ്, ഇടയ്ക്ക് അമ്മ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നീട് അലീന രോഹിത്തിനുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് മുകളിലേക്ക് ചെന്നതാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് നല്ല പനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ രോഹിത്തിനെ ആദ്യം പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആദ്യം നമുക്ക് പനി നോക്കാമെന്ന് പറഞ്ഞിട്ട് പനിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പനി കുറച്ച് കൂടുതലാണ് കേട്ടോ. പനിയൊക്കെ ചെക്ക് ചെയ്ത ശേഷം പിന്നെ അലീനയാണെങ്കിലും രോഹിത്തിനെ എഴുന്നേൽപ്പിച്ച് അവിടെ ചാരി ഇങ്ങനെ ഇരുത്തുന്നുണ്ട് കേട്ടോ, കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഞ്ഞി ഒക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് രോഹിത്തിനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുള്ള കഞ്ഞിയാണ്, അത് കുടിച്ചാൽ കുറച്ച് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ രോഹിത്തിനെ ചുമയ്ക്കാനൊക്കെ വരുന്ന സമയത്ത് കഫ് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അലീന പോയിട്ട് കുറച്ച് ടിഷ്യൂ കയ്യിൽ പിടിച്ചിട്ട് അതിലേക്ക് തുപ്പാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും ടിഷ്യൂലേക്ക് തന്നെ തുപ്പും. പിന്നീട് അലീന അതൊക്കെ കൊണ്ട് കളഞ്ഞ് കൈയൊക്കെ കഴുകി വന്നിട്ട് രോഹിത്തിന് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ്. രോഹിത്താണെങ്കിൽ ഒരു മടിയും കൂടാതെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന കൊടുക്കുന്ന കഞ്ഞിയൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ബബിത വരുന്നത് കേട്ടോ. ബബിത വന്നിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്താ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഉള്ള കുഞ്ഞിന് ഇങ്ങനെ ഇത് കൊടുക്കുന്നത് നോക്കി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ നിനക്ക് വേണമെന്ന് നോക്കിയിട്ട് അലീന. അപ്പോൾ എൻ്റെ പട്ടിക്ക് പോലും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ എന്നും ബബിതയോട് പറയുന്നുണ്ട് അലീന. അപ്പോൾ ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട് ബബിത തിരിച്ച്. പിന്നീട് രോഹിത്തിന് കഞ്ഞിയും എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം രോഹിത്തിന് ഗുളിക കൊടുക്കാനുള്ള ചൂടുവെള്ളം എടുത്തു കൊണ്ടുവരാൻ ബബിതയോട് പറയുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം കൊണ്ടുപോകാൻ മോളെ, ഗുളിക കൊടുക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നീട് രോഹിത്തിൻ്റെ അതുപോലെ തന്നെ കഞ്ഞി കൊടുക്കുന്ന സമയത്ത് കുറച്ച് രോഹിത്തിൻ്റെ ടീഷർട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബബിത പോയിട്ട് രോഹിത്തിന് ഗുളിക കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അലീന വാങ്ങിച്ച് അതൊക്കെ ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു രോഹിത്തിനെ. പിന്നീട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടെ തിരികെ കിടത്തുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെയാണെങ്കിലും ആ ചാരി ഇരുത്തിയതാണല്ലോ, അപ്പോൾ വീണ്ടും കിടക്കാനൊക്കെ പറഞ്ഞ് രോഹിത്തിനെ പിടിച്ച് കിടത്തുന്നുണ്ട് കേട്ടോ അലീന. എന്നിട്ട് പിന്നെ രോഹിത്തിൻ്റെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രോഹിത്തിന് കുറച്ച് പനിയൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്കും നല്ല സങ്കടമാവുന്നു. പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തി ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത ആഴ്ച ഓഫീസിൽ വന്ന് തുടങ്ങാം, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും റെഡി ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ സിറ്റ് ഔട്ടിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര ആകാംക്ഷ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വൈജയന്തി കോള് കട്ട് ചെയ്യേ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ നടന്നാണോ സ്കൂളിൽ നിന്ന് വന്നത് അതോ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത നിന്നെ കൊണ്ടുവിടാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞാൻ ജംഗ്ഷൻ വരെ ബസ്സിനാണ് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബബിത കൊണ്ടുവിടാറില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് കൃഷ്ണമോൾ പറയുന്നത് അതിന് ബബിതേച്ചി പഠിപ്പ് നിർത്തിയില്ലേ എന്ന് പറയുന്നത് കേട്ടോ. പഠിത്തം നിർത്തിയില്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ അവൾ പഠിത്തം നിർത്തിയെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു രസം എന്ന് പറയാം, അതെന്താടി നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ വൈജയന്തി. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ എത്ര പേര് പഠിക്കുന്നുണ്ട്, പഠിത്തം നിർത്തി എന്നുള്ള ഒരു കാര്യം അറിയില്ല, അമ്മയ്ക്ക് ഏത് സമയവും ഇങ്ങനെ അലീന ചേച്ചീനോടും അച്ഛനോടും യുദ്ധം ചെയ്യാനല്ലേ സമയമുള്ളൂ, അമ്മയുടെ മക്കളുടെ ഒരു കാര്യം അമ്മയ്ക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോഴും ഞങ്ങൾക്ക് അമ്മ ഇല്ലാത്ത പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങളുടെ കുഴപ്പമാണ്, അലീന എന്ന് പറയുന്നവളെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് മനസ്സിലായി അമ്മേനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. അപ്പം എന്നെ അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അകത്തേക്ക് അങ്ങ് കയറി പോകട്ടോ, ഒന്നും പറയാനില്ല എന്നുള്ള മട്ടിൽ. പിന്നീട് രാത്രിയിൽ അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് ബബിത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ റൂമിലേക്ക് പിന്നീട് അങ്ങോട്ട് ചെന്ന് നോക്കുകയാണ് ബബിത. അപ്പോൾ വൈജയന്തി അവിടെ എണീറ്റിരിക്കുകയാണ് കാണുമ്പോൾ അമ്മ എന്താ ഇവിടെ എടുക്കുന്നതെന്ന് നോക്കി കേട്ടോ. അപ്പോൾ കാല് മസിൽ കയറിയതാണ്, ഞാനൊന്ന് മസാജ് ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് മസാജ് ചെയ്ത് തരണോ എന്ന്. വേണ്ടാന്ന് പറയും. അപ്പോൾ രോഹിതിന് പനി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അലീന ഇങ്ങനെ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടി ഇറങ്ങി കിച്ചണിലേക്ക് പോകുന്ന കണ്ടു എന്ന് പറയട്ടെ. അപ്പോൾ അവൾ എന്ത് ചെയ്യാനാ, ഡോക്ടർ അവനെ നോക്കിയിട്ട് പോയതല്ലേ എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. അപ്പോൾ അത്രയും മതിയൊന്ന് ബബിതയും തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, രോഹിതിനെ നോക്കണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ ഇവിടുത്തെ ഹോം നേഴ്സല്ലേ, അവൾ നോക്കിക്കോളും, നീ നിൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ബബിതയാണെങ്കിലും ഡോറടിച്ച് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. രോഹിതിന് നല്ല പനിയാണ് കേട്ടോ എന്തായാലും. പിന്നീട് അലീന പറയുന്നുണ്ട് ഇങ്ങനെ ചുമയ്ക്കുന്ന സമയത്ത് കഫം പോകുമ്പോൾ അതിലൊക്കെ ബ്ലഡ് ഉണ്ട്, നല്ല കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ആവി പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രോഹിതിന് അലീന. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.